നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ കുറിച്ച് കേട്ടു. അപ്പം ഇന്ന് അംബരീഷ ചരിതം ആയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം അംബരീഷിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. വളരെ കുഞ്ഞുനാളിലൊക്കെ മലയാളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പാഠം തന്നെ ഉണ്ടായിരുന്നു അംബരീഷനെ കുറിച്ച്. അപ്പോൾ ഈ ഐതിഹ്യം അനുസരിച്ച് അംബരീഷൻ ഒരിക്കൽ തൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ, ത്രേതായുഗത്തിലെ ഇക്ഷ്വാകു വംശത്തിലെ ഒരു രാജാവ് തന്നെയാണ്. അപ്പോൾ അയോധ്യയിൽ അശ്വമേധയാഗത്തിൽ ഏർപ്പെട്ടിരുന്നു. അശ്വമേധയാഗം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടി പുണ്യാണ്. അപ്പോൾ ഈ ചടങ്ങിനിടെ അശ്വമേധത്തിൻ്റെ കുതിരയെ ഇന്ദ്രൻ മോഷ്ടിച്ചു. അപ്പോൾ ഈ പുണ്യങ്ങളെല്ലാം കൂടി നേടി അംബരീഷൻ ഇനി ഇന്ദ്രപദവി തട്ടിയെടുക്കുമോ എന്നുള്ള സ്വാഭാവികമായ ഭയം കാരണം ഇന്ദ്രൻ ചെയ്തു പോകുന്നതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ അശ്വത്തെ മോഷ്ടിച്ചു. ചടങ്ങ് നടത്തിയ പുരോഹിതൻ രാജാവിനോട് ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ദൗർഭാഗ്യം ഒഴിവാക്കാൻ, അതായത് ആ യാഗം മുടങ്ങുമല്ലോ, അപ്പോൾ അത് ഒഴിവാക്കാൻ ഒന്നുകിൽ ആ മൃഗത്തെ കണ്ടെത്തുക, അതല്ലെങ്കിൽ ഒരു നരബലി നടത്താൻ പറയുന്നുണ്ട്. അപ്പം മൃഗത്തെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് രാജാവ് ഒരു മുനിയുടെ മകനായ ശുനശേഷേപൻ എന്ന ഒരു കുട്ടിയെ യാഗത്തിനായിട്ട് വാങ്ങുന്നുണ്ട്. വിശ്വാമിത്രൻ നൽകിയ 2 ശ്ലോകങ്ങൾ ചൊല്ലി പിന്നീട് ശുനശേഷേപ യാഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഭാഗവത പുരാണത്തിലെ ഈ അംബരീഷ മഹാരാജാവ് വളരെ ഉത്തമനായ വിഷ്ണു ഭക്തനായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വളരെ ഭക്തനായിട്ടുള്ള ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ വിഷ്ണു തൻ്റെ സുദർശന ചക്രം അംബരീഷിന് നൽകുന്നുണ്ട്. അദ്ദേഹം ദേവൻ്റെ ആയുധത്തെ വളരെ ഭക്തിയോടെ ആരാധിക്കുന്നു. അപ്പോൾ എല്ലാ ഏകാദശിയും എടുക്കുന്ന പതിവ് വിഷ്ണു ഭക്തനായ അംബരീഷ മഹാരാജാവിനുണ്ടായിരുന്നു. ആ നാട്ടിലെ പ്രജകളെല്ലാവരും വിഷ്ണു ഭക്തർ തന്നെയായിരുന്നു. തൻ്റെ രാജാവിനെ പോലെ തന്നെ, തങ്ങളുടെ രാജാവിനെ പോലെ തന്നെ വളരെ വലിയ വിഷ്ണു ഭക്തനായിരുന്നു ആ നാട്ടിലെ പ്രജകളെല്ലാവരും. അപ്പോൾ വൈകുണ്ഠ ഏകാദശിക്ക് അവിടെ ഇന്ദ്രൻ ഏൽപ്പിച്ചിട്ടാണ് പാരണ വീഴുന്ന സമയത്ത് ഈ ദുർവാസാവ് മഹർഷി വരുന്നുണ്ട്. ക്ഷിപ്രകോപിയാണല്ലേ, ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായി പേര് കേട്ട ഒരു മുനിയാണ് ഈ ദുർവാസാവ് മഹർഷി. അപ്പോൾ അവിടെ അദ്ദേഹം വരുന്നുണ്ട്. ഭഗവത് ഭക്തന്മാരെ അംബരീഷൻ ഭഗവാനായിട്ട് തന്നെയാണ് ആദരിക്കുന്നത്, ഭഗവാനായിട്ട് തന്നെയാണ് കാണുന്നത് അംബരീഷ മഹാരാജാവ്. പഞ്ചേന്ദ്രിയങ്ങൾ ഈശ്വരകാര്യത്തെ മാത്രം ആശ്രയിച്ച്, കണ്ണുകൾ ഭഗവാനെ കാണാൻ വേണ്ടി മാത്രം, കാതുകൾ ഭഗവത് കഥാശ്രവണത്തിന്, നാവ് നാമം ജപിക്കാൻ, കൈകൾ ഈശ്വര പൂജനത്തിന്, കാലുകൾ ഭഗവാന്റെ വിഗ്രഹമിരിക്കുന്ന ക്ഷേത്രത്തെ വലം വയ്ക്കാൻ, ശിരസ് ഭഗവാനെ നമിക്കാൻ, ശരീരം ഭക്തരെ സേവിക്കാൻ, അങ്ങനെയൊരു ജീവിതമാണ് അക്ഷരാർത്ഥത്തിൽ അംബരീഷ മഹാരാജാവ് നയിച്ചിരുന്നത്. അപ്പോൾ ഈ ഏകാദശി വ്രതം, കാർത്തിക മാസത്തിലെ വൃശ്ചിക മാസത്തിലെ ഏകാദശി വ്രതം അംബരീഷൻ സകുടുംബം മുടങ്ങാതെ ആചരിച്ചു പോന്നു എന്ന് പറഞ്ഞല്ലോ. ദശമി ദിവസം ഒരു നേരം ആഹാരം, ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം, ദ്വാദശി പാരണയോടെ വ്രതാവസാനം. അതാണല്ലോ ഏകാദശിയുടെ ചടങ്ങെന്ന് പറയുമ്പോൾ. അതിനുശേഷം ഗുരുദക്ഷിണ, സാധു സൽക്കാരം. അങ്ങനെ ഇതിനു വേണ്ടി പാരണയ്ക്ക് തയ്യാറായ അംബരീഷൻ കാണുകയാണ് ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിലേക്ക് വരുന്നത്. ആതിഥ്യ മര്യാദകൾ പാലിച്ച് മഹർഷിയെ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. സ്നാനത്തിനായി കാളന്തിയിൽ ഇറങ്ങിയ മഹർഷി നേരം വൈകിയിട്ടും കരയ്ക്ക് കയറിയില്ല. അംബരീഷൻ്റെ ഏകാദശി വ്രതം മുടക്കുകയാണല്ലോ ലക്ഷ്യം. അപ്പോൾ പാരണയ്ക്ക് സമയം അതിക്രമിക്കുന്നുവെന്ന് കണ്ട അംബരീഷൻ തുളസീ തീർത്ഥം പാരണയായിട്ട് കഴിച്ചോളൂ എന്ന് അവിടെ കൂടിയിരുന്ന ഈ ഗുരുജനങ്ങളും ഒക്കെ മുതിർന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഉപദേശിച്ചു. അപ്പോൾ അത് വളരെ ശരിയാണ് എന്ന് അംബരീഷനും തോന്നി. കാരണം ഒരു വ്രതം ഇതിൻ്റെ നിഷ്ഠയോടുകൂടി അവസാനിപ്പിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു തുള്ളി തുളസി തീർത്ഥം മാത്രം അദ്ദേഹം കഴിച്ചു. എന്നിട്ട് ബാക്കി ഭക്ഷണമൊക്കെ മുനി വന്നിട്ട് മതി എന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ ആജ്ഞയല്ല, ഒരു അപേക്ഷയായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ അംബരീഷൻ്റെ പുണ്യം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏകാദശി വ്രതം മുടക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വന്നിരിക്കുന്നത് ദുർവാസാവ്. അങ്ങനെ പാരണ വീടേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ കാളിന്തി നദിയിൽ നിന്ന് കരയ്ക്ക് കയറി രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ മനസ്സിലായി പാരണ വീടി എന്ന് മനസ്സിലായി. അപ്പോൾ താൻ വരുന്നതിന് മുമ്പ് പാരണ കഴിച്ചത് അതിഥിയായ തന്നെ അപമാനിച്ചതാണെന്ന് പറഞ്ഞ മുനി കോപിഷ്ഠനായി.
മാത്രമല്ല സ്വന്തം ജട പിടിച്ച് വലിച്ച് അതിൽ നിന്ന് ഉഗ്രമൂർത്തിയെ സൃഷ്ടിച്ചു. കൃത്യ എന്ന പേര്. ഘോരരൂപിണിയാണ്. അതിൻ്റെ നേത്രങ്ങളിൽ നിന്നും ജിഹ്വയിൽ നിന്നുമൊക്കെ അഗ്നിനാളങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുക. കാലാഗ്നി സദൃശയായ കൃത്യയെ അംബരീഷ നിഗ്രഹത്തിനായിട്ട് നിയോഗിക്കുകയാണ് ദുർവാസാവ്. ദുർവാസാവിൻ്റെ പരാക്രമങ്ങൾ കണ്ട് തെല്ലും കൂസാതെ നിൽക്കുകയാണ് അംബരീഷൻ. തനിക്ക് ധർമ്മത്തിൻ്റെ കവചമുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അംബരീഷന്. താൻ അതിഥി മര്യാദ തെറ്റിച്ചിട്ടില്ല, വ്രതനിഷ്ഠ പാലിക്കുക മാത്രമാണ് ചെയ്തത്. തെറ്റു ചെയ്യാത്തവനെ ശിക്ഷാദണ്ഡ് ബാധിക്കില്ലല്ലോ. ഭക്തന് നേർക്ക് സംഹാരശക്തിയോടെ പാഞ്ഞെടുക്കുന്ന കൃത്യയെ കണ്ട് ഭഗവാൻ സുദർശനം തൊടുത്തുവിട്ടു. അത് അംബരീഷന് ചുറ്റും അഭേദ്യ ദുർഗമായിട്ട് വർത്തിച്ചു. കൃത്യയ്ക്ക് അംബരീഷനെ സ്പർശിക്കുവാനും കഴിഞ്ഞില്ല. സുദർശനം കൃത്യയെ ചുട്ടു ചാമ്പലാക്കി. അതിനുശേഷം ദുർവാസാവിന് നേരെ സുദർശനം തിരിഞ്ഞു. ദുർവാസാവ് ഭയന്ന് പാഞ്ഞു. വൃക്ഷപ്പൊത്തിലും ഗുഹയിലും വെള്ളത്തിനടിയിലും എവിടെയൊക്കെ ജീവനം കൊണ്ട് ദുർവാസാവ് ഒളിക്കാൻ ശ്രമിച്ചുവോ അവിടെയൊക്കെ സകല അഭയകേന്ദ്രത്തിലും സുദർശനവും എത്തി. മഹർഷി അവസാനം ദേവേന്ദ്രൻ്റെ അടുത്ത് പോയി. ദേവേന്ദ്രൻ ഇതൊക്കെ തുടങ്ങി വെച്ചത് ദേവേന്ദ്രനാണ്. അപ്പോൾ ദേവേന്ദ്രൻ പക്ഷേ കൈമലർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, അയ്യോ എനിക്ക് സുദർശന ചക്രത്തെ ഒന്നും തടുക്കാനുള്ള ശക്തി ഇപ്പം ഇല്ല. പോയി ശിവൻ്റെ അടുത്തെങ്ങാനും പോയി നോക്കൂ, വല്ല രക്ഷയും ചിലപ്പോൾ കിട്ടുന്നാവും. അപ്പോൾ മഹേശ്വരൻ്റെ അടുത്ത് പോയി. മഹേശ്വരൻ പറഞ്ഞു, ഞാനും നിസ്സഹായനാണ്, എന്തായാലും ഞാൻ ഇതിനിപ്പോൾ സുദർശനത്തെ പിടിച്ചു കെട്ടാനൊന്നും തയ്യാറല്ല എന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ വിഷ്ണുവിൻ്റെ അടുത്ത് പോവുകയാണ്. വിഷ്ണുപാദത്തിൽ ദുർവാസാവ് അഭയം തേടി. അപ്പം മഹാവിഷ്ണു ദുർവാസാവിനോട് പറഞ്ഞു, സുദർശനം ഞാൻ പ്രയോഗിച്ചത് തന്നെയാണ്, പക്ഷെ അത് പിൻവലിക്കാൻ ഞാൻ ശക്തനല്ല. ഭക്തന് മുന്നിൽ ഞാൻ ദുർബലനാണ്. ഭക്തന്മാരാണ് സർവശക്തൻ. അംബരീഷൻ കനിഞ്ഞാൽ മാത്രമേ അങ്ങേക്ക് ഇനി രക്ഷയുള്ളൂ. സമയം കളയാതെ അംബരീഷനെ കാണൂ, അംബരീഷൻ അങ്ങയെ രക്ഷിക്കും. ദുർവാസാവ് അങ്ങനെ വേറെന്താ ചെയ്യുക, ജീവൻ കിട്ടണ്ടേ. ദുർവാസാവ് അംബരീഷനെ ശരണം പ്രാപിച്ചു. ബ്രാഹ്മണരെ വന്ദിക്കുന്ന അംബരീഷന് മുന്നിൽ ബ്രാഹ്മണൻ വന്ദിക്കുന്നത് കണ്ട അംബരീഷൻ അയ്യോ എന്ന് പറഞ്ഞ് ദുർവാസാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നാലെ വരുന്ന സുദർശനത്തെ സ്തുതിച്ചു. സ്തുതിച്ചിട്ടും സുദർശനം അടങ്ങുന്നില്ല. അപ്പോൾ അംബരീഷൻ പറഞ്ഞു, എൻ്റെ വ്രതാനുഷ്ഠാനത്തിലും ധർമ്മബോധത്തിലും ച്യുതി വന്നിട്ടില്ലെങ്കിൽ, ഒരു കുറവും വന്നിട്ടില്ലെങ്കിൽ ഞാനും എൻ്റെ കുലവും ഈശ്വരതുല്യം കാണുന്ന ഈ ബ്രാഹ്മണനെ രക്ഷിച്ചാലും. അങ്ങനെ രാജാവിൻ്റെ വാക്ക് കേട്ട സുദർശനം ശാന്തനായി. ഭക്തവൈഭവം അറിഞ്ഞ ദുർവാസാവ് അത്ഭുതപ്പെട്ടു. അതിലും കവിഞ്ഞ് അപരാധിയിൽ കനിവ് കാട്ടിയ ഭക്തഹൃദയത്തെ ദുർവാസാവ് നിർലജ്ജം നമസ്കരിച്ചു. അംബരീഷൻ മുനിയെ വണങ്ങി. ആദിത്യമുറപ്രകാരം ഭിക്ഷയ്ക്ക്, അതായത് ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ദുർവാസാവ് തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടായതിനാൽ ആഹാരം കഴിക്കാതെ തന്നെ കാത്തിരിക്കുകയായിരുന്നു അംബരീഷൻ. ഭക്തവത്സലനേക്കാൾ ഭക്തന്മാരുടെ ദർശനം തന്നെ ഭാഗ്യമെന്ന് ദുർവാസാവ് തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനൊരു കഥ രാമായണത്തിലുണ്ട്, അംബരീഷ ചരിതം. അപ്പോൾ ഇത് പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അറിയുമെന്നറിയില്ല. എല്ലാവരും കഥ കേൾക്കുക, കേട്ടവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.